ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ സെൽഫിന് വേണ്ടി നമ്മൾ വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. ഈ മോട്ടറിൻ്റെ ഈ ടെർമിനലൊക്കെ പൊട്ടിയിട്ട് ഇതിൻ്റെ നല്ല രീതിയിൽ തേയ്മാനം ഇത് പൊട്ടി കിടക്കുകയാണ്. അതുപോലെ ഈ ആർമേച്ചറുണ്ട് നല്ല രീതിയിൽ തേയ്മാനമാണ്, നല്ല ചാല് പോലെ കുഴി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് സെൽഫ് വർക്കിംഗ് ആവാതെ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ സെൽഫ് മോട്ടർ മാറ്റി കഴിഞ്ഞാലാണ് സെൽഫ് കറക്റ്റായിട്ട് വർക്കിംഗ് ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ഒരു അൾട്ടിമോ മിൻറ്റയുടെ ബാറ്ററിയാണ്. അൾട്ടിമോ മിൻറ്റയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ സെൽഫ് മോട്ടർ മാറ്റി നമ്മൾ പുതിയതൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി അതിൻ്റെ മുന്നേ അത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബാറ്ററി അതിൻ്റെ നമ്മൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടോ 12.7978 ആ ലെവലിൽ വോൾട്ട് ഉണ്ട്. അത് ടെസ്റ്റ് ലോഡിലേക്ക് വിടുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്താ റെഡ് ലൈറ്റാണ് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാലും സെൽഫ് മോട്ടർ മാറ്റി വയ്ക്കുമ്പോൾ നിലവിലിപ്പോൾ സെൽഫ് വർക്കിംഗ് ആവുന്നുണ്ട്. ഇനി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ബാറ്ററി മാറ്റിയാൽ മതി. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്കത് മോട്ടർ മാറ്റി കഴിഞ്ഞാൽ സെൽഫിൻ്റെ കാര്യം ഓക്കെ ഇപ്പോൾ ഓക്കെ. ഞാനിപ്പോൾ സെൽഫ് മോട്ടർ മാറ്റി വരുമ്പോഴുള്ള ഒരു കോസ്റ്റ് എത്ര വരും എന്നുള്ളത് കൂടി നോക്കിയിട്ടൊന്ന് പറയാം.